അതെ, ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒരു സാരി ഡ്രേപ്പിംഗ് ചലഞ്ച് ചെയ്ത് നോക്കിയാലോ? വാ. ഓക്കെ, ലെറ്റ്സ് സ്റ്റാർട്ട്. ഇതെങ്ങനെ കണ്ടുപിടിച്ചതെന്ന് വെച്ചാല് ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. അതായത് നമ്മൾ ഈ അറ്റം സ്റ്റിച്ച് ചെയ്തില്ലേ, അപ്പൊ ഇത് സ്റ്റിച്ച് ചെയ്തേക്കുന്നത് നമ്മളെപ്പോഴും അകത്തേക്ക് വെച്ചിട്ടായിരിക്കും സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ അകത്തേക്ക് വരുന്ന പോർഷൻ ആയിരിക്കും നമ്മളെപ്പോഴും ഇവിടെ ഇങ്ങനെ കുത്തുന്നത്. സോ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു പോർഷൻ കണ്ടുപിടിച്ചത്. സുഖമുള്ള പരിപാടിയല്ല കേട്ടോ ഈ ബ്ലൈൻഡ് ഫോൾഡ് എന്ന് പറയുന്നത്. യൂഷ്വലി ഞാൻ കറങ്ങും, എന്നെ കണ്ണ് കെട്ടിയിട്ട് കറങ്ങുമ്പോഴത്തേക്കും എനിക്ക് തലകളും. അപ്പൊ എന്തിനാ വെറുതെ നമ്മൾ റിസ്ക്. യൂഷ്വലി നമ്മളിവിടെ കുത്തുമല്ലോ, ഇന്നിപ്പോൾ ബ്ലൈൻഡ് ഫോൾഡ് ആയതുകൊണ്ട് ഞാൻ കുത്തുന്നില്ല. ഓക്കെ, വൺ ലെയറിൽ എടുത്തു. അപ്പൊ നമുക്കിനി ബ്ലൈൻഡ് ഫോൾഡ് തയ്ച്ചിട്ട് നോക്കാവേ കറക്റ്റ് ആണോ. ഒപ്പിച്ച്. യെസ്. സോ ഞാൻ കംപ്ലീറ്റ് ആയിട്ടൊന്ന് റെഡി അയച്ച ഒരു ഫൈനൽ ലുക്ക് ഞാൻ കാണിച്ചു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് കേട്ടോ. എങ്ങനെയുണ്ട്? ഇഷ്ടമായോ? അടിപൊളിയല്ലേ? ആൻഡ് ഇന്ന് നമ്മള് വളരെ ലൈറ്റ് ആയിട്ട് ബ്ലൈൻഡ് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സാരി ഉടുത്ത് നോക്കിയതാണ്. നോർമലി നമ്മൾ കണ്ണാടി നോക്കിയ സാരി ഉടുക്കുന്നത് തന്നെ ഒരു ടാസ്ക് ആണ്. അപ്പൊ അതിൽ ബ്ലൈൻഡ് ഫോൾഡും കൂടി ചെയ്തിട്ട് ആ ചലഞ്ച് എങ്ങനെ ഉണ്ടായിരിക്കും എന്ന് എനിക്ക് അറിയണമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഫൺ. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തിട്ടായിരുന്നു ഞാൻ ആ ഒരു സെഷൻ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഐ ഹോപ്പ് യു ഓൾസോ എൻജോയ് ദ സെഷൻ. അപ്പോൾ സെഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു ചെറിയ ചലഞ്ചാണ് കേട്ടോ. അപ്പോൾ ആ ഒരു ചലഞ്ച് നിങ്ങളും എൻജോയ് ചെയ്തിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെയുള്ള ഫണ്ണി ചലഞ്ചസ് അല്ലെങ്കിൽ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും കാണുന്നത് വരേക്കും ടാറ്റാ.